യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന സ്ഥലത്തേക്കാണ്. അഷ്ടമുടി കായലിന് നടുവിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് അടിപൊളിയാണ്. എന്നാൽ കായലിന് നടുവിലൂടെ നടന്നു പോയാലോ, ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? എന്നാൽ ഇപ്പോൾ അത് സാധ്യമാണ്. അതും അഷ്ടമുടി കായലിൻ്റെ നടുവിലൂടെ തന്നെ. കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ സാമ്പ്രാണിക്കൊടി. കായലിന് നടുവിലൂടെ മുട്ടപ്പം വെള്ളത്തിൽ നടക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഒരുപാട് ഫാമിലികളും ഒരുപാട് കുട്ടികളും അടക്കുന്ന ഫാമിലികളും എല്ലാം ഇപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. സാമ്പ്രാണിക്കൊടിയിലെ ടൈമിംഗ് എത്രയാണ്, ഏത് രീതിയിലൊക്കെ സാമ്പ്രാണിക്കൊടിയിലെത്താം, ബസ്സിൽ പോകാൻ പറ്റുന്ന റൂട്ടുകൾ ഏതെല്ലാം, അതേപോലെ ബോട്ടിലാണെങ്കിൽ എങ്ങനെ പോകാം, കൊല്ലത്ത് ചിന്നക്കടയിൽ നിന്നും എങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെത്താം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ഒരു മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. അഷ്ടമുടിക്കായലിലുള്ള ഈ മുനമ്പ് കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ഒരു അഷ്ടമുടിക്കായൽ വിനോദസഞ്ചാര സർക്യൂട്ട് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ ചൈനീസ് ചെറുകപ്പലായ ചാമ്പ്രാണി അടുത്തുകിടന്ന കായൽക്കരയിലായതിനാലാണ് ഈ പേര് കിട്ടിയതെന്ന് കരുതുന്നു. 19-ാം നൂറ്റാണ്ടിൽ സാമ്പ്രാണിക്കൊടി, പ്രാക്കുളം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അക്കാലത്ത് ചരക്ക് നീക്കത്തിനും എത്തിക്കുന്നതിനും കടവുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അഷ്ടമുടിക്കായലിൻ്റെ മധ്യത്തിൽ രൂപം കൊണ്ട ഒരു തുരുത്താണ് സാമ്പ്രാണിക്കൊടി. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്ന് നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിനെ തുടർന്നാണ് ഇവിടെ തുരുത്ത് രൂപപ്പെട്ടത്. തുറസായി കിടന്ന തുരുത്തിലേക്ക് ചെറുവള്ളങ്ങളിൽ എത്തിച്ചേരാം എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അഷ്ടമുടിക്കായലിന് നടുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കൊടിയിലെ പ്രധാന ആകർഷണം. DTPCക്കാണ് ഇതിൻ്റെ ചുമതല. തുരുത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്. ഒരേ സമയം 100 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. നിലവിലെ നിർദ്ദേശമനുസരിച്ച് 3 സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സാമ്പ്രാണിക്കൊടിയിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. പ്രാക്കുളം കൂടാതെ കരീപ്പഴ ബോട്ടുചെട്ടി, മൺട്രോത്തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നും ബോട്ട് സർവീസുകളുണ്ട്. തൃക്കരുവ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും നമുക്ക് പല രീതിയിൽ സാമ്പ്രാണിക്കൊടിയിൽ എത്തിച്ചേരാം. ബസ്സിലാണെന്നുണ്ടെങ്കിൽ പ്രാക്കുളം ബസ്സിൽ നമുക്ക് നേരിട്ട് എത്താവുന്നതാണ്. പ്രാക്കുളം ബസ്സിൽ പ്രാക്കുളം എത്തിയാൽ അവിടെ നിന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ സാമ്പ്രാണിക്കൊടിയിലെത്താം. അതുപോലെ 1-2 ബസ്സുകൾ നേരിട്ട് സാമ്പ്രാണിക്കൊടിയിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് KSRTC ബസ് സ്റ്റേഷനടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നും പലപ്പോഴായിട്ട് സാമ്പ്രാണിക്കൊടിയിലേക്ക് നേരിട്ട് ബോട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. നമ്മൾ പോകുന്നത് 2 മണിക്കുള്ള സർവീസിനാണ്. അതൊരു 1 മണിക്കൂറോളം എടുത്തു. പല ബോട്ട് ജെട്ടുകളിൽ നിർത്തിയാണ് ആ ബോട്ട് സാമ്പ്രാണിക്കൊടിയിലെത്തുന്നത്. 2 മണിക്ക് പോകുന്ന ബോട്ട് ഏകദേശം 3 മണിയോട് കൂടിയാണ് സാമ്പ്രാണിക്കൊടി മെയിൻ സ്ഥലത്ത് എത്തിയത്. സാമ്പ്രാണിക്കൊടിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ അവിടുത്തെ കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ കായലിൽ ബോട്ട് സവാരിയുമൊക്കെ അവിടുത്തെ ചേട്ടന്മാർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ സാമ്പ്രാണിക്കൊടിയുടെ പ്രത്യേകത എങ്ങനെ ഇതുണ്ടായി, എങ്ങനെയാണ് ഇത്രയും ആഴം കുറഞ്ഞ് കായലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കര വന്നത്, ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാം. 82-ൽ മണ്ണടിച്ചതാ, ഡ്രഡ്ജിങ് ചെയ്തതാ. അന്നേരം പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4 കൊല്ലം കൊണ്ട് ഇവിടെ ആദ്യം ഒരു ചെറുതായിട്ടൊക്കെ ഒരു ബോട്ടിൽ 2-3 ആൾക്കാരെ കൊണ്ടിറക്കി അങ്ങനെ വന്ന് മെൽവിൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പം ഇപ്പം എത്ര വർഷമായി ടൂറിസ്റ്റുകൾ? 4 വർഷമായി. 4 വർഷമായി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫേമസ് ആയിട്ട് ഒരു 2.5 വർഷമാവും. അതെ അല്ലേ? ഇപ്പോൾ ഈ അവധി ദിവസം മാത്രമുള്ള അതോ എല്ലാ ദിവസവും ആൾക്കാർ വന്നു? എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട്. അതെ അല്ലേ? ശനിയും ഞായറും അവധിയുള്ള ദിവസങ്ങളിൽ അമിതമായ ആൾക്കാർ വരുന്നുണ്ട്. അതല്ലേ? പിന്നെ ഞങ്ങൾ ഇവിടെ 33 വള്ളങ്ങളുണ്ട്. 33 വള്ളങ്ങളുണ്ട്. അത് പിന്നെ ഞങ്ങൾ ഇവിടെ അവർ കൊണ്ടിറക്കി കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ 150 രൂപ ടിക്കറ്റാണ്. ആ 150 രൂപ ടിക്കറ്റ് എടുത്ത് 3 കൗണ്ടർ അവിടുന്ന്. ആ കൗണ്ടറിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 33 വള്ളക്കാരും ഞങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഒരു 6 കിലോമീറ്ററോളം ഞങ്ങൾ കറക്കുന്നുണ്ട്. നമ്മൾ കണ്ടൽക്കാടിനകത്തൂടെ ഒക്കെ കറങ്ങുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു 1/2-3 മണിക്കൂറിനകത്ത് വെച്ച് 40 മിനിറ്റെങ്കിലും എടുക്കും ഞങ്ങൾ. തിരിച്ചിവിടെ എത്തുമ്പം. അങ്ങനെ 33 വള്ളമുണ്ടല്ലേ? 33 വള്ളമുണ്ട്. ഞങ്ങളുടെ വായിട്ട് അലച്ച് ചിലപ്പം 15 പേര് വരികയാണെങ്കിൽ ഒരു ടീം ഒരു 15 പേര് വന്നാൽ അവരുടെ 10 പേരുടെ കാശിന് ഞങ്ങൾ കൊണ്ടുപോകും. 5 പേരെ നിർത്തി കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഇത് രാവിലെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ? രാവിലെ 9:30 സ്റ്റാർട്ട്. 9:30 തുടങ്ങി ഞങ്ങൾ മിക്കവാറും ഇവിടുന്ന് പോകാൻ
6:30 മണിയാകും. അതല്ലേ? ആ 6:30 മണി വരെ ഞങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് മാത്രമല്ല ഞങ്ങളെ ഈ 33 പേരുടെയും തൊണ്ടയിലെ വെള്ളം പറ്റുകയാണ്. ഓക്കെ ചേട്ടാ, ഇപ്പൊ ഇവിടെ വിളിച്ച് ടൂറിസ്റ്റുകളോട് എന്തായാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ? അങ്ങനൊന്നും ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ല. എന്ന് വെച്ചാലേ ഒരുപാട് ഉള്ളായിട്ട് പോയാൽ വെള്ളം കൂടുതൽ ഉണ്ടാവില്ലേ? അതിന് ഞങ്ങൾ സിഗ്നലുണ്ട്. സിഗ്നലുണ്ട്. വേറെ സിഗ്നലിനും പ്രകാരം ഞങ്ങൾ പറയും അങ്ങോട്ട് പോകരുത്. പ്രത്യേകിച്ച് ഇവിടെങ്ങും വലിയ ആഴമൊന്നുമുള്ള സ്ഥലമല്ല. ഇല്ല. ഈ ബോട്ടിൽ വരുന്നത് ഇപ്പൊ ചാമ്പ്രാണിക്കോടി നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 30 മീറ്റർ വരെയുള്ള ആഴം. ബാക്കി എല്ലാ ആഴം കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ എല്ലാം. അതെല്ലേ? ഈ ചുറ്റുവട്ടം മൊത്തം ആഴം കുറവാണ്. ചുറ്റുവട്ടം മൊത്തം ആഴം കുറവാണ്. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഐലൻഡുകളാണ്, ആള് താമസമുള്ള ഐലൻഡുകളാണ്. ഞങ്ങളും താമസിക്കുന്ന ഐലൻഡിലാണ്. അതല്ലേ? പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഞങ്ങള് ഈ വരുന്ന ഗസ്റ്റുകളോട് ഞങ്ങൾ സഹകരിക്കും. അതുപോലെ തന്നെ ഞങ്ങളോടും സഹകരിക്കുന്നുണ്ട് അവരെല്ലാം. ആവുന്നതും ഞങ്ങൾക്കും നിത്യവൃത്തി കഴിയാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ജോലി. ഇതാണ്. ചേട്ടാ, അത്രയും തിരക്കേറിയ സമയത്തും നമുക്ക് ഇത്രയും വിലയേറിയ വിവരങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ചേട്ടാ. നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോയത് 2025 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്. അതായത് നമ്മൾ ഈ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ബോട്ട് ജെട്ടിയിലാണ് നമ്മൾ ആദ്യം എത്തിയത്. 2 മണിയോടുകൂടി നമ്മളിവിടെ എത്തി. 2 മണിക്കാണ് നമുക്ക് ഈ ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള സർവീസ് സാമ്പ്രാണിക്കൊടിയിലേക്ക് നേരിട്ട് ആരംഭിക്കുന്നത്. ഈ കിടക്കുന്ന ബോട്ടാണ് നമുക്ക് കൊല്ലം സാമ്പ്രാണിക്കൊടി എന്ന് എഴുതിയിരിക്കുന്ന ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഇത് 2 മണിക്ക് പുറപ്പെട്ടെങ്കിലും നമുക്ക് എത്തുന്നത് ഒരു 3 മണിയോടുകൂടിയാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഈ ബോട്ടിൽ ഉണ്ടെങ്കിലും ആരും തന്നെ അത് ഉപയോഗിക്കാറില്ല. വളരെ മോശം രീതിയിലാണ് ഈ ബോട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയും സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഒട്ടും നീറ്റല്ലാത്ത ഒരു ബോട്ടാണ് നമുക്ക് പോകാനായിട്ട് കിട്ടിയത്. 3-4 സ്റ്റാഫുകളൊക്കെ ഉണ്ട്, എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വളരെ മോശം രീതിയിലാണ്. ഈ ബോട്ട് പുറപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തിയാണ് പോകുന്നത്. ഇതൊരു പാർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പാർക്കാണ്. ആ പാർക്കിന് മുന്നിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ബോട്ടുകൾ കാണുന്നുണ്ട്. കാരണം ഇത് ദുഃഖശനി ആയതുകൊണ്ടും നാളെ ഈസ്റ്റർ ആയതുകൊണ്ടും അവധി ദിവസമായതിനാൽ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കുഞ്ഞുവാവയുണ്ട്. അതുപോലെ തന്നെ ബോട്ട് പോകുന്നതിന് പുറകിൽ തന്നെ കൊക്കുകളും കൊളക്കാക്കുകളും മീൻ പിടിക്കുക. ഇപ്പോൾ ഒരു കൊക്ക് മീൻ പിടിച്ചിരിക്കുകയാണ്. മീൻ കൊത്തി അത് പിന്നെയും വന്നിരിക്കുന്നു. മീൻ തെറിച്ചു വരുന്ന മീനുകളെല്ലാം ആ കൊക്കുകൾ അപ്പോൾ തിന്നുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ മീൻ പിടിക്കാനാണ് ഈ കൊക്കുകളെല്ലാം ബോട്ടിന് പുറകെ ഓടി വരുന്നത്. ഇതുമെല്ലാം വളരെ നല്ലൊരു കാഴ്ചയാണ്, അടിപൊളി കാഴ്ചയാണ്. ഇങ്ങനെ ബോട്ടിന് പുറകെ അവർ വന്നുകൊണ്ടേയിരിക്കുകയാണ് ബോട്ട് പോകുമ്പോൾ മീൻ കിട്ടുന്നതിന് വേണ്ടി. ഇതൊരു പാലമാണ്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറം പോകും ബോട്ടിൽ. ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരെയും ഒക്കെ കാണാൻ ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ ബോട്ട് യാത്രയിലൂടെ നീളം. ഇത് ഒരു 7 സ്റ്റാർ ഹോട്ടലാണ്. രവി പിള്ളയുടെ രാവിസ് റിസോർട്ടാണ് കാണുന്നത്. അതിന് മുമ്പിൽ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. വലിയൊരു പ്രോപ്പർട്ടിയാണിത്. അതിനു മുമ്പ് ഒരുപാട് ഡബിൾ ഡെക്കർ ഹൗസ് ബോട്ടുകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കുളക്കോഴികളും കൊക്കുകളും എപ്പോഴും ബോട്ടിനെ പിന്തുടരുന്നുണ്ട്. അവർക്ക് മീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടു നേരത്തെ മീൻ അവർ പിടിക്കുന്നത്. കുഞ്ഞാവ് ഇപ്പോഴും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സാമ്പ്രാണിക്കൊടിക്ക് വേണ്ടി. അതുപോലെ തന്നെ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചീനവലയിൽ കൊക്കുകളും അതുപോലെ തന്നെ കുളക്കോഴികളും എല്ലാം നിരനിരയായിട്ടിരിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ്. ചീനവലയിൽ ലൈനായിട്ടാണ് വളരെ ഭംഗിയോടുകൂടിയാണ് അവ ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കൊക്കുകൾ നമ്മുടെ ബോട്ടിനെ പിന്തുടരുന്നുണ്ട്. അതുപോലെ തന്നെ കുളക്കോഴികൾ അവർ ഓടി വരികയാണ് നമ്മുടെ ബോട്ടിലേക്ക് മീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ദുഃഖശനി ആയതുകൊണ്ടും അവർക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട് ലീവായതുകൊണ്ടും ബോട്ടുകൾ ഒരുപാടെണ്ണം സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് ആ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ബോട്ടിൻ്റെ പെരയാണെന്ന് തോന്നുന്നു, അത് ഒരു ഷെഡ് പോലെ കാണുന്നത്. നമുക്ക് ഈ കാഴ്ചയും ആസ്വദിക്കാം. ഇത് രവിപിള്ളയുടെ തന്നെ മറ്റൊരു റിസോർട്ടാണ്, റാവിസ് റിസോർട്ട്. അതിന് തൊട്ടടുത്ത് തന്നെ കാണുന്നത് വലിയ വിള ഫാമിലി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങാണ്. അതിൽ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്രതിമയും കാണാം. വിളക്കമ്മ എന്ന
പ്രതിമയാണ്. അത് നമ്മളെ മലമ്പുഴയിലെ യക്ഷിനെ ഏകദേശം സാമ്യമുള്ള ഒരു പ്രതിമ തന്നെയാണ് വിളക്കമ്മ എന്നുള്ള ഈ പ്രതിമ. വളരെ മനോഹരമായ ഒരു ശില്പമാണ് വിളക്കമ്മയുടെ ശില്പവും. ഇതും കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. മിക്കവാറും ഈസ്റ്റർ ആയതുകൊണ്ട് അവധി ആയതുകൊണ്ടുമായിരിക്കാം എന്ന് കരുതുന്നു. അതോ എല്ലാ ദിവസവും ഇങ്ങനെ കാണുമെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഈ മനോഹരമായ കാഴ്ച ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. 1, 2, 3 എന്നല്ല ഒരുപാട് ബോട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ആ സൈഡിലും ഈ സൈഡിലും എവിടെ നോക്കിയാലും നീല കളറിലുള്ള ബോട്ടുകളാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം മീൻ പിടിക്കാനുള്ള ബോട്ടുകളാണ്. അതുപോലെ തന്നെ ചീനവലകളും എല്ലാം കൂടി മനോഹരമായ ഒരു യാത്രയായിരിക്കും. കൊല്ലത്തുനിന്നും സാമ്പ്രാണിക്കൊടിയിലേക്ക് ഈ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് 20 രൂപയാണ് കൊല്ലത്തുനിന്നും സാമ്പ്രാണിക്കൊടിയിലേക്ക്. ഇത് ഒരു ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗമാണ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന സാമ്പ്രാണിക്കൊടി ഉള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് നമുക്ക് കാഴ്ച വ്യക്തമായി തിരിയുന്നതാണ്. ഇവിടെ എല്ലാം ബോട്ടുകൾ ഇങ്ങനെ നിരനിരയായി ഇട്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരേ കളറുമാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഒരു കടും നീല കളറും അതുപോലെ ചുവന്ന കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. ഇതുപോലെ അടുത്ത് കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും മനോഹരമായ ബോട്ടുകളാണ്. ഫിഷിംഗ് ബോട്ടുകളാണ് ഇതെല്ലാം. അതെല്ലാം പതാകയും എല്ലാം ഉണ്ട്. അതിനപ്പുറം കാണുന്ന ആ തുരുത്താണ്, ആ പച്ച തുരുത്താണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി. ബോട്ടുകളിങ്ങനെ നിരനിരയാക്കി ഇട്ടിരിക്കുകയാണ്. ഏഞ്ചൽ, ആവേ മരിയ, സെൻറ്റ് ജോസഫ്, അങ്ങനെ പല പേരുകളിൽ ഓരോ ബോട്ടിനും ഓരോ പേരുകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരോ, അതിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരെണ്ണം ട്രാവൽ ചെയ്യുന്ന ബോട്ടാണ്. നമുക്ക് കായലിൽ കൂടെ വരുന്നതാണ്. ഇവർ മീൻ പിടിച്ചിട്ട് വരുന്നതാണോ എന്തൊന്നും അറിയില്ല. എന്തായാലും ഒരു ബോട്ട് അങ്ങോട്ട് അടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളാണ്. ഇതെല്ലാം കായലിൻ്റെ സൈഡിലാണ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് വിക്ടറി എന്ന് പറഞ്ഞ ബോട്ടിലാണ്. നമ്മൾ ഏകദേശം സാമ്പ്രാണിക്കൊടിയോട് അടുത്തിരിക്കുകയാണ്. ഈ കാണുന്ന ബോട്ടുകൾ കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മൾ ബോട്ട് പയ്യെ പയ്യെ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം കടന്ന് ഇതാണ് നമ്മുടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നത്. ആ സൈഡിൽ നിന്ന് സൈഡൊക്കെ ക്ലിയർ ആണോ നോക്കിയിട്ട്. ഇതൊരു 6 ലൈൻ പാതയാണ്. നമ്മുടെ കന്യാകുമാരി കാസർഗോഡ് കന്യാകുമാരി ആ മെയിൻ പാതയാണ് കണ്ടത്. ഇതിവിടെയെല്ലാം ചീന വല ഒരുപാടുണ്ട്. അതിന് സൈഡിൽ ബിൽഡിങ്ങുകൾ, റിസോർട്ടുകൾ എല്ലാം കാണാം. തെങ്ങുകളെല്ലാം വളരെ മനോഹരമാണ്. കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. അതിലേക്ക് ബോട്ടുകൾ പോകുന്നതും വരുന്നതും എല്ലാം നമുക്ക് കാണാം. ബോട്ടുകളിലാണ് നമ്മളെയും അങ്ങോട്ട്. നമുക്കിവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ DTPCൻ്റെ ഒരു മെയിൻ സെൻറ്ററുണ്ട്. ആ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് അവിടെ കൊണ്ട് വിടും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എല്ലാം കറങ്ങി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ അതല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ബോട്ടുകൾ അവർ നമ്മളെ തിരിച്ച് DTPC ആ സെൻറ്റർ സാമ്പ്രാണിക്കൊടി ഒരു മെയിൻ സെൻറ്ററുണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു ചായ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുഡുകളൊക്കെ അവിടെ നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മളീ പോകുന്നത് ഈ തുരുത്തിലേക്കാണ്. ഈ തുരുത്തിലേക്ക് പോകുന്നതും വരുന്നതുമായ ബോട്ടുകളും അതിൽ നടന്നു പോകുന്ന, അതായത് കായലിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ നമുക്ക് ദൂരത്തു നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ബോട്ടുകൾ. അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് ഓരോ ബോട്ടുകൾ വരുന്നു പോകുന്നു. ഇതൊരു ബോട്ട് അങ്ങോട്ട് പോകുന്നു. അവിടെ നിന്നൊരു പച്ച കളറിലുള്ള ബോട്ട്, മഞ്ഞ കളറിലുള്ള ബോട്ടെല്ലാം ഇങ്ങോട്ട് വരുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതെല്ലാം. നമുക്കും ഇതെല്ലാം അധികം താമസിക്കാതെ തന്നെ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. വൈകിട്ട് 4:30 തന്നെ ഇവർ അങ്ങോട്ടുള്ള ട്രിപ്പ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ തിരിച്ചെത്തിക്കാൻ മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് ടിക്കറ്റ് കൊടുക്കില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. 5 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റായിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം DTPC ആണ് നിയന്ത്രിക്കുന്നത്. അതേപോലെ ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ട് ഈ സാമ്പ്രാണിക്കൊടി ബോട്ട്സ് ജെട്ടിയിൽ നിന്നും ആ സെൻറ്ററിൽ നിന്നും DTPCയുടെ സെൻറ്ററിൽ നിന്നും നമുക്ക് തുരുത്തിലേക്ക് പോകുന്നത് എല്ലാം കണ്ടില്ലേ. ഓറഞ്ച് കളറിലുള്ള ലൈഫ് ജാക്കറ്റ് എല്ലാവരും ധരിച്ചിട്ടുണ്ട്. അത് നിർബന്ധമാണ്. അവിടെ ചെറിയ ചെറിയ ബോട്ടുകളിൽ അവിടേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളിപ്പം DTPCൻ്റെ സെൻറ്ററിലേക്ക് എത്തുകയാണ്. അതായത് ഇത് നമ്മൾ കൊല്ലത്തുനിന്ന് കയറിയ ബോട്ടാണ്. ഈ ബോട്ട് 20 രൂപയ്ക്ക് നമുക്ക് DTPC സാമ്പ്രാണിക്കൊടി DTPCൻ്റെ സെൻറ്ററിൻ്റെ അവിടെ നമ്മളെ ഇറക്കി വിടും.
സാമ്പ്രാണിക്കൊടി ബോട്ട് ചിട്ടി. അവിടെ നിന്ന് തുരുത്തിലേക്ക് പോകേണ്ടത് വേറൊരു ബോട്ടിൽ 150 രൂപ കൊടുത്ത്, ഒരാൾക്ക് 150 രൂപ കൊടുത്ത് നമുക്ക് പോകേണ്ടതാണ്. ഈ ബോട്ടുകളെല്ലാം അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ബോട്ടുകളാണ്. ഈ കാണുന്നതാണ് DTPCൻ്റെ സെൻറ്ററും. ഇവിടെയാണ് നമ്മളെ എത്തിക്കുക. ഇവിടെ നിന്ന് നമ്മൾ വേറെ ടിക്കറ്റ് എല്ലാം എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകണം. അവിടുത്തെ പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പ്രാണിക്കൊടി തുരുത്ത് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ മദ്യപിച്ച് ബോട്ടിൽ യാത്ര ചെയ്യാൻ പാടില്ല. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായും ടിക്കറ്റ് എടുക്കേണ്ടതാണ്. കൃത്യമായ ലൈഫ് ജാക്കറ്റ് ധരിച്ച് മാത്രം യാത്ര ചെയ്യുക. സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി ബോട്ടിൽ കയറുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം 7 ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. 7 അതിൽ കൂടുതലോ വരുന്ന ഗ്രൂപ്പുകളായിട്ടുണ്ടെങ്കിൽ 2 ബോട്ടുകളിലായിട്ട് സഹകരിക്കണം. പ്രവർത്തന സമയം 9:30 മുതൽ 4:30 വരെ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 150 രൂപ. ഇത്രയും കാര്യങ്ങളാണ് അവർ ഓർമ്മിച്ചത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതിനടുത്ത് ചെറിയ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റുന്നതാണ്. ഈ കടകളിൽ നിന്നും എല്ലാം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റും എടുത്ത് നേരെ നമുക്ക് ചെറിയ ബോട്ടിൽ കയറി കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അവിടെ നമുക്ക് അത്യാവശ്യം മീൽസും ചായയും അങ്ങനെയുള്ള സ്നാക്സും എല്ലാം കിട്ടുന്നതാണ്. ലഞ്ച് ബ്രേക്ക് 1:30 മുതലാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ചെറിയ ബോട്ടിൽ ഈ കാണുന്ന ബോട്ടുകളിൽ പോയി നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തിച്ചേരുന്നത്. സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം, ഓരോന്നോരോന്നായി ആസ്വദിക്കാം. താങ്ക് യു.